കേന്ദ്ര ബജറ്റിലെ കേരള വിരുദ്ധ നിലപാടുകൾക്കെതിരെ ഇന്ന് LDF-ന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി LDF വലിയ പ്രതിഷേധം നടത്താൻ ഒരുങ്ങുകയാണ്. തിരുവനന്തപുരത്തേക്ക് വന്നാൽ അത് രാജ്ഭവന്റെ മുൻപിലേക്കാണ്. മറ്റ് ജില്ലകളിൽ നിയമസഭാ മണ്ഡലങ്ങളിലും LDF പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് പലവട്ടം ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളം ഇന്ത്യയിലല്ലേ എന്ന് നമ്മൾ പലവട്ടം ആവർത്തിച്ച് കേന്ദ്ര സർക്കാരിന് ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിപ്പോൾ ബജറ്റിലെ അവഗണനയായിക്കോട്ടെ, നമ്മുടെ വയനാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് നേരിടേണ്ടി വന്ന ദുരന്തത്തിലെ അവഗണനയായിക്കോട്ടെ, എല്ലായിടത്തും കേരളത്തെ രണ്ടാം തരക്കാരായി കാണുന്ന വലിയ ഒരു കേരള വിരുദ്ധ സമീപനം കേന്ദ്ര സർക്കാർ തുടർച്ചയായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ബജറ്റിൽ നമുക്കറിയാം, നമ്മുടെ പേര് പോലും പരാമർശിക്കപ്പെടാതെ കടന്നുപോയ ഒരു ബജറ്റാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത്. മനഃപൂർവ്വം അത് പരാമർശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അതെ. അപ്പോൾ ആ രീതിയിൽ ആ അവഗണനയ്ക്കെതിരെ ഈ നാടിന്റെ പ്രതിഷേധം ഒറ്റക്കെട്ടായി ഇന്ന് കേരളം കേന്ദ്രത്തിന് മുൻപിലേക്ക് വയ്ക്കുകയാണ്. LDF നേതൃത്വം നൽകുന്ന ആ പ്രതിഷേധം തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ, കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലൊക്കെ ഇന്ന് നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു സമഗ്രമായ വിവരങ്ങളിലേക്ക് പോകണം അല്ലേ? തിരുവനന്തപുരത്ത് നിന്ന് ഷീജ ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു, വിനിഷ. ഷീജ, കേരളത്തിന്റെ വലിയ പ്രതിഷേധം രാജ്ഭവന് മുന്നിൽ നിന്ന് ഷീജ സംസാരിക്കുന്നു. അല്പസമയം കഴിയുമ്പോൾ അവിടെ ജനസാഗരമാകും. കേരളം ഒറ്റക്കെട്ടായി LDF നേതൃത്വത്തിൽ പ്രതിഷേധത്തിനെത്തുകയാണ്. പലവട്ടം നമുക്ക് ചോദിക്കേണ്ടി വരുന്നു, കേരളം ഇന്ത്യയിലല്ലേ, എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഈ അവഗണന? ഈ നാടിന്റെ പ്രതിഷേധം ഇന്ന് നമ്മൾ ഒറ്റക്കെട്ടായി അറിയിക്കുകയാണ് കേന്ദ്രത്തെ. തീർച്ചയായും അതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല മനു. കാരണം ഈ കേന്ദ്ര ബജറ്റിൽ, ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ കേരളം എന്നൊരു വാക്കുപോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്നതാണ്. അന്നു മുതൽ തന്നെ കേരളം ഒന്നടങ്കം കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ചും കേരളം ഇന്ത്യയിലല്ലേ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്നത്, ചോദിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും ഇതിനകം തന്നെ ഇതിനെതിരെയുള്ള കേരളത്തിനെതിരായിട്ടുള്ള ഈ ഒരു ബജറ്റിലെ അവഗണനയ്ക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് നേരത്തെ തന്നെ തുടക്കം കുറിച്ചിരുന്നു. CPIM-ന്റെ നേതൃത്വത്തിൽ തന്നെ സംസ്ഥാന വ്യാപക പ്രതിഷേധം ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു. അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ LDF ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഇവിടെ ഞാൻ നിൽക്കുന്ന രാജ്ഭവന് മുന്നിലായിരിക്കും ഈ ഒരു പ്രതിഷേധം. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഈ ഒരു പ്രതിഷേധ ധർണ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളിലേക്ക് കടക്കുമ്പോൾ നിയമസഭാ മണ്ഡലങ്ങളിൽ, അതായത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ എന്ന രീതിയിലാണ് ഈ ഒരു പ്രതിഷേധം നടക്കുക. ഏതായാലും നമുക്കറിയാം, ഈ കേന്ദ്ര ബജറ്റിൽ മാത്രമല്ല, മറിച്ച് ഓരോ വിഷയങ്ങളിലും, അതിപ്പോൾ വികസന പദ്ധതിയാകട്ടെ, അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങളാകട്ടെ, ദുരന്തമുഖത്താകട്ടെ, എല്ലാ വിഷയങ്ങളിലും കേന്ദ്രം സംസ്ഥാനത്തോട് ഒരു തരത്തിലുള്ള സമീപനം മാത്രമേ സ്വീകരിക്കാറുള്ളൂ. അത് അവഗണനയുടെ ഒരു സമീപനമാണ്. അതിൽ മാറ്റമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാനം ഈ ഒരു പ്രതിഷേധത്തിലേക്ക്, ഇത്തരത്തിൽ തുടർച്ചയായുള്ള പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രം സമീപനം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ തുടർന്നും പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് LDF-ഉം നൽകുന്നത്. ഏതായാലും വലിയ തോതിൽ സംസ്ഥാനത്തൊട്ടാകെ ജനങ്ങളാകെ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ പ്രതിഷേധങ്ങളിലൊക്കെ കാണാൻ സാധിച്ചത്. അതിന് കാരണം എന്ന് പറയുന്നത് ജനങ്ങളടക്കം തിരിച്ചറിയുന്നുണ്ട് ഏത് രീതിയിലാണ് കേന്ദ്രം നമ്മെ വരിഞ്ഞു മുറുക്കുന്നത് എന്നത്. സാമ്പത്തികമായി മുറുക്കുന്നു, അല്ലെങ്കിൽ ഈ ലഭിക്കാനുള്ള ഗ്രാൻറ്റുകളുടെ കാര്യത്തിൽ അത് നൽകാതെ വലിയ തോതിൽ കുടിശ്ശിക വരുത്തിക്കൊണ്ട് ആ രീതിയിൽ ദ്രോഹിക്കുന്നു. അതിനൊപ്പം തന്നെയാണ് ദുരന്തമുഖത്ത്, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള സഹായം, പാക്കേജ് ഒക്കെയാണ് നമ്മൾ ഈ ബജറ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിലൊന്നും ഒരു തരത്തിലുള്ള പരിഗണനയും നൽകാതെ വായ്പ മാത്രം അനുവദിച്ചൊരു നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളൊക്കെ മറ്റ് തരത്തിലൊക്കെ ദില്ലിയിലടക്കം നടന്നിട്ടുണ്ട്. പക്ഷേ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായ രീതിയിൽ, അതായത് കേരളത്തോടുള്ള എല്ലാ മേഖലയിലും ഈ കേന്ദ്ര ബജറ്റിൽ ഉണ്ടായിട്ടുള്ള അവഗണന, അതിനെതിരെയാണ് ഇന്നത്തെ ഈ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത്. ഏതായാലും ഈ പ്രതിഷേധം കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഈ പ്രതിഷേധത്തിന് ശേഷവും കേരളത്തിന്റെ വികാരം മനസ്സിലാക്കാൻ കേന്ദ്രം തയ്യാറായില്ലെങ്കിൽ കടുത്ത പ്രതിഷേധങ്ങൾ തുടരും എന്ന് തന്നെയാണ് LDF വ്യക്തമാക്കുന്നതും. മനു, വിനിഷ. ഇവിടെ തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ, മറ്റ് ഇടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ആ രീതിയിലല്ലേ പ്രതിഷേധം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്? തീർച്ചയായും മനു, രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ എന്ന രീതിയിലാണ് ഈ ഒരു പ്രതിഷേധ ധർണ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഇവിടെ
ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിൽ അതാത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലായിരിക്കും, മണ്ഡലാടിസ്ഥാനത്തിൽ അതാത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലായിരിക്കും ഈ ഒരു പ്രതിഷേധം നടക്കുക. അവിടെ LDFന്റെ ഘടകകക്ഷി നേതാക്കളായിരിക്കും ഈ ഒരു പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുക. അതോടൊപ്പം തന്നെ LDFന്റേത് എന്നുള്ളത് മാത്രമല്ല, ജനങ്ങളുടെ ആകെ ഒരു പങ്കാളിത്തം ഈ ഒരു പ്രതിഷേധത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മനു, ശരി, ഷീജയാണ് വിശദാംശങ്ങളൊക്കെയും പങ്കുവയ്ക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജില്ലകൾ കേന്ദ്രീകരിച്ചല്ല, മണ്ഡലാടിസ്ഥാനത്തിലാണ്. നിയമസഭാ മണ്ഡലങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് ഓരോ ജില്ലയിലും ഇന്ന് പ്രതിഷേധം നടക്കാൻ പോകുന്നത്. രാവിലെ 10 മണി മുതൽ 1 മണി വരെയാണ് പ്രതിഷേധ മാർച്ച്. നമ്മളിപ്പോഴും ഇങ്ങനെ പ്രതിഷേധ മുഖത്താണ് കേരളം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ദില്ലിയിൽ പോയി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായി ഒക്കെ സംസാരിച്ചിരുന്നു. അപ്പോഴും അനുഭാവപൂർവ്വമായ ഒരു സമീപനം സ്വീകരിക്കാം എന്നൊരു വാക്കല്ലാതെ അതിനെ തുടർന്നുണ്ടായ ഒരു ചർച്ചകളോ അല്ലെങ്കിൽ കൂടുതലൊരു വാക്കോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഇനിയും നമുക്ക് ലഭിച്ചിട്ടില്ല. പുനരധിവാസ പ്രവർത്തനങ്ങൾ, വയനാട് മുണ്ടക്കൈ പുനരധിവാസ പ്രവർത്തനങ്ങൾ ടൗൺഷിപ്പിന് തറക്കല്ലിടാൻ പോവുകയാണ്. അടുത്ത ആഴ്ച മാർച്ച് 27 അവിടെ തറക്കല്ലിടാൻ പോകുന്നു. നമ്മളതൊന്നും കാത്തു നിൽക്കുന്നില്ല. ഈ നാടിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മുണ്ടക്കൈ ചുരൽമലയാണല്ലോ വലിയ ദുരന്തം നമ്മളെ തേടിയെത്തിയത്. അവിടെ മാർച്ച് 27 തറക്കല്ലിടുകയാണ് ടൗൺഷിപ്പിന്. അതായത് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു കിടപ്പാടം ഒരുക്കുകയാണ് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട്. മാർച്ച് 27 നമ്മൾ ആ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നു. ഒരു കാര്യം ഓർക്കണം, ഇതുവരെ ഒരു പൈസ പോലും നമുക്ക് അവിടെ സഹായമായി കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. ആകെ നൽകിയത് 529 കോടി. അത് വായ്പയായിട്ട് നൽകുന്നു. എന്നിട്ട് ഒരിക്കലും പാലിക്കാൻ പറ്റാത്ത നിബന്ധന ഈ മാർച്ച് 31 അതായത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് ആ വായ്പ ചെലവഴിച്ചതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നുള്ള സർട്ടിഫിക്കറ്റ് കേന്ദ്ര സർക്കാരിന് നൽകണം എന്നുള്ള നിബന്ധനയൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ആ വായ്പ അനുവദിച്ചത് തന്നെ. അതെങ്ങനെ പ്രായോഗികമാകുമെന്ന് അറിയില്ല വിനിഷ, കാരണം ഒരു മാസം കൊണ്ട് ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന് ആർക്കും അറിയില്ല. സർക്കാർ അതിന്റെ ഒരു മറുപടി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് തുടർ നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും തിരുവനന്തപുരത്ത് ഹൈക്കോടതിയുടെ ഇതിലുമാണ് ആ വിഷയം നിൽക്കുന്നത്. ഇത് നമ്മുടെ പ്രതിഷേധ മാർച്ച് തിരുവനന്തപുരത്ത് CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബിയാണ് ഉദ്ഘാടനം ചെയ്തത്. മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ LDFന്റെ ഓരോ നേതാക്കളും LDFന്റെ നേതൃത്വത്തിലാണ്, ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധ മാർച്ച് നടക്കാനൊരുങ്ങുന്നത്.